അതായത് ഓരോ രാജ്യങ്ങളിലും അതാത് ഭക്ഷണ രീതികളുണ്ട്. ഓരോ രാജ്യത്തും താമസിക്കുമ്പോൾ അപ്പം ഈ ശക്തമായ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇവിടെ താമസിക്കുമ്പോൾ ഇതിവിടെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇല്ല. എക്സ്ട്രീം ചൂടോ എക്സ്ട്രീം തണുപ്പോ ഇവിടെ ഇല്ല. നമ്മളൊരു 40 വരുമ്പോഴേക്കും നമ്മൾ എക്സ്ട്രീം ആണെന്ന് പറയും. അത് എക്സ്ട്രീം അല്ല. അപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഈ ട്രോപ്പിക്കൽ റീജിയൻ അനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. പക്ഷേ നമ്മളതിൽ നിന്നൊക്കെ ഈ പാശ്ചാത്യവും ഈ മിഡിൽ ഈസ്റ്റും ഇതിനൊക്കെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാബേജും കോളിഫ്ലവറും ഒന്നും നമ്മൾ അധികം ഉപയോഗിക്കേണ്ടതില്ല. അത് ഇപ്പോൾ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാം, മഞ്ഞുകാലത്ത് ഉപയോഗിക്കാം. ഇതിൽ മെറ്റൽ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഒരു ചെടിയാണ് ക്യാബേജ് ഭൂമിയിലത്തെ. ഇപ്പോൾ ഈ പല സ്റ്റോണിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടാവും ക്യാബേജും ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്. ഭൂമിയിലത്തെ മെറ്റലൊക്കെ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ നോക്കുകയാണെങ്കിൽ ഒരു ചെടി കുഴിച്ചിടുമ്പോൾ ആ ഭൂമി സോയില് ശരിയായി പരിശോധിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എവിടെയും നമ്മൾ കൃഷി ചെയ്യും. പക്ഷെ മറ്റു രാജ്യങ്ങൾ അവിടെ ഏത് മെറ്റൽ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് അവിടെ കൃഷി ചെയ്യുള്ളൂ. ഇപ്പോൾ ക്യാബേജ് കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാബേജ് നമ്മൾ 2-3 പ്രാവശ്യം കൃഷി ചെയ്ത് ആ മണ്ണിനെ അതിലത്തെ മെറ്റലിന് ലഡ്ഡ എന്താണെങ്കിൽ അതിനെ വലിച്ചെടുത്ത് അതിനെ കത്തിച്ച് കളയും ആ ചെടീനെ. അതിനുശേഷം അവിടെ കൃഷി ചെയ്യുള്ളൂ. നമ്മൾ അങ്ങനെയൊന്നും നോക്കുന്നൊന്നുമില്ല, എല്ലായിടത്തും ഇത് ചെയ്യും. പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല ക്യാബേജ്. മഞ്ഞുകാലത്തോ വളരെ തണുപ്പ് കാലത്തോ ക്യാബേജ് കഴിക്കാം. അല്ലാത്ത കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരുത്തുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഈ വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയാൽ ഇതിൻ്റെയൊക്കെ പല വിഭവങ്ങളും കിട്ടും. അങ്ങനെ ഓരോ ഭക്ഷ്യ സംസ്കാരം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പല ഭക്ഷണങ്ങളും നമ്മൾ പച്ചയായി കഴിക്കുന്നതാണ് നല്ലത്. ഈ റോ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. വേവിച്ച് കഴിക്കുന്നതിന് നല്ലത്. നമുക്ക് പ്രതിരോധ ശക്തി കൂടാനും ഈ ദഹനശക്തി ക്രമപ്പെടുത്താനും പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവർക്കൊക്കെ റോ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കൂടുതൽ ഉപയോഗിക്കണം. റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റോ ആയിട്ട് കഴിക്കണം. ഒരു നേരമെങ്കിലും ഇന്നത്തെ ഇപ്പോൾ ഈ നമ്മുടെ ജീവിത രീതി ഭക്ഷണ രീതിയൊക്കെ മാറി വരുന്ന ഈ സാഹചര്യത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും റോ വെജിറ്റബിൾസ്, റോ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അത് ആ സംസ്കാരം നമ്മൾ കേരളത്തിലുണ്ടായിരുന്നു പഴയ കാലത്തോട്ട്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഇപ്പോൾ നമ്മൾ കപ്പ അല്ലെ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനമൊക്കെ പച്ചയ്ക്ക് കഴിച്ചാണ്. പക്ഷേ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൂടുതൽ സമയം നമ്മൾ അതിൻ്റെ ഈ മരച്ചീനിയിൽ സൈനൈഡ് ഉള്ളതാണ്. അത് കുറേ നേരം നമ്മൾ മുറിച്ചിട്ട് പുറമെ വെച്ച് കഴിഞ്ഞാൽ അതുമാതിരി നീല വരകൾ വരുന്നത് അതിൻ്റെ സൈനൈഡിൻ്റെ അതാണ്. അപ്പോൾ എപ്പോഴും മരച്ചീനിയൊക്കെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുമ്പോൾ നന്നായി വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ ഈ സൈനൈഡ് പോകും. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയിട്ട് അന്ന് പച്ചയ്ക്കൊക്കെ കഴിച്ചിരുന്ന ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടൊക്കെ. അപ്പോൾ അതേമാതിരി റോ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കുറേ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കേരളത്തിൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉപയോഗപ്പെടണം. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഇന്ന് കേരളത്തിൽ. പലതരത്തിലുള്ള ഇലക്കറികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് രോഗങ്ങൾ കൂടുതലുണ്ടാവാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. അതായത് കേരളത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെ ആഹാരം ഉണ്ടാക്കി കഴിക്കണം. കാരണം ആഹാരം തന്നെയാണ് ഔഷധം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലുണ്ടാവണം. എന്നാലേ പല രോഗങ്ങളും ഇല്ലാതിരിക്കുള്ളൂ. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ കുടിക്കേണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളമാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം. ഒരു 5-6 മഴ കഴിഞ്ഞിട്ട് കിട്ടുന്ന വെള്ളമാണ് ഏറ്റവും നല്ല വെള്ളം. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ബോർവെല്ലത്തെയോ പൈപ്പിലത്തെ വെള്ളമോ ഈ വെള്ളം എടുത്ത് നമ്മളത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏത് വെള്ളമാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ അതിലേറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളം മഴവെള്ളമാണ്. 5-6 മഴ പെയ്തതിന് ശേഷം എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിലൊക്കെയൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ പല ഫാക്ടറി മാലിന്യങ്ങളൊക്കെ അതിലുണ്ടാകും. അപ്പോൾ 5-6 മഴ കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതും കുടിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മളത് വെള്ളം ശേഖരിക്കുമ്പോൾ മീതെ ഒരു തോർത്തോ എന്തെങ്കിലും കെട്ടിയിട്ട് അതിൽ വെള്ളം പാത്രത്തിൻ്റെ മീതെ, എന്നിട്ട് ആ വെള്ളം കുടിക്കണം. ഇപ്പോൾ ഈ പഴയ കാലത്തൊക്കെ ജീവനം തർപ്പണം ഹൃദ്യം ഹ്ലാദിബുദ്ധി പ്രബോധനം തന്യവ്യക്ത രസം മൃഷ്ടം ലഘു അമൃതോപം എന്നാണ് മഴവെള്ളത്തിനെ കുറിച്ച് പറയുന്നത്. അമൃതിന് തുല്യമാണ് മഴവെള്ളം എന്ന് പറയുന്നത്. കാരണം അത്രയും പ്യുവർ വാട്ടറാണ് മഴവെള്ളം. ഈ മഴവെള്ളം കുടിക്കുന്ന ഒരു ആചാരം പഴയ കാലത്തുണ്ടായിരുന്നു.
ഞങ്ങളൊക്കെ ആദ്യം ഇടയ്ക്ക് കുടിക്കാറുണ്ട് മഴവെള്ളം. ഓരോ മഴക്കാലം വരുമ്പോഴും ഒരു ഗ്ലാസ് മഴവെള്ളം കുടിക്കുന്നത് ഒരു ഗ്ലാസ്സെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മഴക്കാലത്ത് ഏറ്റവും നല്ല വെള്ളം മഴവെള്ളമാണ്. മഴവെള്ളം കഴിഞ്ഞിട്ടേ പിന്നെ കിണർ വെള്ളം, പൈപ്പ് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മഴവെള്ളം കുടിക്കുന്നതും മഴക്കാലത്ത് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ്. മഴക്കാലത്ത് ആണെങ്കിലും നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷനൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്, കാരണം തണുപ്പായതുകൊണ്ട് തിളപ്പിച്ച് ഉപയോഗിക്കാം മഴവെള്ളം. അപ്പോൾ അങ്ങനെ മഴവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് മഴക്കാലത്ത്.